ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നല്ല പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ആലു പൊറോത്തയും അതിന് പറ്റിയൊരു ടൊമാറ്റോ ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്തിട്ടുണ്ട്. കുഴച്ച് അത്യാവശ്യം ഫേം ഡോ ആയിട്ട് കുഴച്ച് വെക്കുക. ഫില്ലിങ്ങിന് ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത്, കുറച്ച് ചാട്ട് മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ മല്ലിയില, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഓട്സ് പൊടിച്ചത് ചേർക്കുമ്പം നമുക്ക് ഈ ഫില്ലിങ്ങിന് ഒട്ടും വെള്ളമയം ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചാട്ട് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. എന്നിട്ട് നമുക്കിത് ഈക്വൽ ബോളായിട്ട് നമുക്ക് ആദ്യം ഇത് പിരിച്ചു വെക്കാം. പിന്നെ ചട്നിക്ക് 2 തക്കാളി ഇതുപോലെ ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞ് എടുക്കുക, മിക്സിയിലേക്ക് എടുക്കുക. പിന്നെ 4 വെളുത്തുള്ളി, പിന്നെ 1 സവാള കട്ട് ചെയ്തിടുക. സ്വല്പം വാളംപുളിയും ഇടുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. സ്വല്പം പഞ്ചസാര ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി കുറച്ച് കടുകും പിന്നെ ഉഴുന്നും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിള വരുമ്പം ഇത് ഉപ്പും ഒക്കെ നോക്കി ബാലൻസ് ആണോ നോക്കി ഇറക്കി വെക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി. ഇനി നമുക്ക് ആലു പൊറോത്ത തയ്യാറാക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മാവ് എടുത്തിട്ട് അതിൽ ഓരോ ബോളുകൾ ഇങ്ങനെ പരത്തി മാവിലേക്ക് മുക്കി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ മാവ് ഒത്തിരി സോഫ്റ്റായാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പരത്താനൊക്കെ. അപ്പം ആലു പൊറോത്തയ്ക്ക് അത്യാവശ്യം ഫേമായിട്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആദ്യം കുറച്ച് പരത്തിയിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഈ കാണിക്കുന്ന രീതിയിൽ നന്നായി കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു തവ നമുക്ക് ഈ സമയം കൊണ്ട് ഗ്യാസിൽ ചൂടാക്കാൻ വെക്കണേ. ഇപ്പോൾ ഇത് നന്നായി സീൽ ചെയ്യുക. എന്നിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് മാവിലേക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും മാവിലേക്ക് ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് മെല്ലെ ഒരുപാട് പ്രഷർ കൊടുക്കാതെ സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം വെളുപ്പം ആയിന്ന് നിങ്ങൾക്ക് തോന്നുമ്പം, അതായത് നമ്മൾ ഈ രീതിക്ക് പരത്തുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ് കറക്റ്റായിട്ട് എല്ലായിടത്തും നമുക്ക് സ്പ്രെഡ് ആവണം കേട്ടോ. ആ രീതിക്ക് വേണം പരത്താൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തവ ചൂടാക്കുക. ഇപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി തവയിലേക്ക് സ്വല്പം എണ്ണ നമ്മൾ ആദ്യം ഡ്രിസിൽ ചെയ്യണം. ഡ്രിസിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ആദ്യം ഒന്ന് ചുട്ട ശേഷം ഇതിൻ്റെ മുകളിൽ എണ്ണ ഡ്രിസിൽ ചെയ്താലും ഓക്കെയാണ്, അല്ലെങ്കിൽ ബ്രഷ് ചെയ്താലും ഓക്കെയാണ്. അപ്പം എണ്ണ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് സ്വല്പം കൂടെ എണ്ണ ഇതിലേക്ക് ഡ്രിസിൽ ചെയ്ത് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് പക്കായിട്ട് തയ്യാറാവില്ല. ഇപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്ന ശേഷം നമ്മുടെ ആലു പൊറോത്ത ഇവിടെ തയ്യാറായി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, അത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ആലു പൊറോത്തയും ടൊമാറ്റോ ചട്നിയും കൂടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.